ഹലോ. ഭീമയിൽ എന്താണ് കാര്യമെന്നല്ലേ? കാര്യമുണ്ട്. അപ്പോൾ സോനുവേട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കട വേണമെന്ന്. അപ്പം അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാനും. എന്നാൽ പിന്നെ നമുക്ക് ഭീമയിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ഒന്നും ചെയ്യൂല, എന്നാലും ഒക്കേഷനിൽ ഇടാലോ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. അപ്പോൾ രണ്ട് കട ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് ഒരു ബാലാജിയുടെ കട, വേറൊന്നൊരു ഓമിൻ്റെ കട. കൈയൊക്കെ കുറച്ച് വണ്ണം ഉണ്ടായതുകൊണ്ട് കടയൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ അതിട്ട് നോക്കി. പിന്നെ ഒരു തൃശ്ശൂലത്തിൻ്റെ കടയുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ, അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ബാലാജിയുടെ കടയിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ വെറുതെ ഒരു ലോക്കറ്റ് നോക്കി. നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെറുതെ നോക്കാമല്ലോ, വാങ്ങിക്കാനൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലോക്കറ്റൊക്കെ നോക്കി. വീണ്ടും ഒരു റിംഗ് സെക്ഷനിലേക്ക് വന്നു ഞങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി റിങ്സ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാലാജിയുടെ റിങ് ഇട്ട് നോക്കി, അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്തു ഒരു വിഘ്നേശ്വരൻ്റെ റിങ്, അപ്പം അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വേറെയും നോക്കി. കൂടുതൽ ദൈവത്തിൻ്റെ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റിങ്. അപ്പം ഞങ്ങൾക്ക് അത് തന്നെ ഇഷ്ടപ്പെട്ടു, വിഘ്നേശ്വരൻ തന്നെ ഇഷ്ടപ്പെട്ടു. അത് കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, മോൾഡ് വർക്കിൽ വന്നിട്ട്. അങ്ങനെ അത് എടുത്തു വെച്ചു. അപ്പോൾ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തി. കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു ഇവിടെ. അപ്പോൾ ആ സമയത്ത് കുറച്ച് കളക്ഷൻസ് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം നോക്കുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ വിഗ്രഹം ഗോൾഡ് ആണെന്ന്, പക്ഷെ ഫ്രെയിം വെറും പോളിഷാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫോട്ടോ ഫ്രെയിം കാണാൻ. വീണ്ടും ഒരു മാല കണ്ടു, രണ്ട് കമ്മലും കണ്ടു. പിന്നെ ഞങ്ങൾ ടെമ്പിൾ കളക്ഷൻ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് തിരക്ക് കുറവായിരുന്നു, എന്താണെന്നറിയില്ല, സ്വർണത്തിൻ്റെ വില കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ വൈകുന്നേരമായിരിക്കും തിരക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വിഘ്നേശ്വരനെയും കടയൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ അവർ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നു, ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ ഓക്കെ, ബൈ.